ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അടിപൊളി മിൽക്ക് പുഡിങ് റെഡിയാക്കിയാലോ. ഈ ഒരു പുഡിങ് റെഡിയാക്കാനായിട്ട് ഓവനോ അതുപോലെ ആവിയിൽ വേവിച്ചെടുക്കുക ഒന്നും വേണ്ട. വളരെ ഈസിയാണ് ഇത് റെഡിയാക്കാനായിട്ട്. അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആ ഓൾ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. ആദ്യം നമുക്കൊരു സോസ് പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് 125 ml ആണ് കേട്ടോ. അടുത്തതായിട്ട് ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം പഞ്ചസാരയും കോൺഫ്ലോറും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാരയും കോൺഫ്ലോറും കൂടെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ആ പാല് നമുക്ക് സോസ് പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ആ കോൺഫ്ലോർ ഒന്ന് കട്ട കെട്ടാതെ ഒന്ന് ഇളക്കിയെടുക്കണം. അതിനുശേഷം നമുക്ക് മുഴുവൻ പാലും ചേർത്ത് കൊടുക്കാം. അങ്ങനെ മുഴുവൻ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. വാനില എസൻസ് ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലതുപോലെ കുറുകി വരുന്നത് വരെ ഇളക്കിയെടുക്കാം. കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കോൺഫ്ലോർ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി അടുക്കി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായിട്ട് ഞാൻ ഇതുപോലത്തെ 4 ബൗൾ എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ബൗൾ വേണമെന്നൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ സ്റ്റീലിൻ്റെ കുഴിയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതായാലും മതി. ഇനി ഈ പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുവാണ്. ബട്ടർ ഇല്ലെങ്കിൽ അതിന് പകരം ഓയിൽ തേച്ച് കൊടുത്താലും മതിയാവും. അങ്ങനെ 4 എണ്ണത്തിൽ ഞാനിവിടെ ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഈ ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ 4 ബൗളിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റാകാനായിട്ട് 3 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. ഫ്രീസറിൽ വെക്കേണ്ട, താഴെ വെച്ചാൽ മതിയാവും. അങ്ങനെ 3 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിത് പതിയെ ഈ പാത്രത്തിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ വിരിപ്പിച്ചെടുക്കാം. ഒരുപാട് പ്രസ് ചെയ്യരുത്, ഒത്തിരി പ്രസ് ചെയ്താൽ പൊട്ടിപ്പോകും കേട്ടോ. അങ്ങനെ ഞാനിവിടെ ഒരെണ്ണം പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കി 3 എണ്ണവും കൂടി പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ പുഡിങ് ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ, അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇനി ഞാനിവിടെ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചിട്ട് നമ്മുടെ പുഡിങ് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുവാണ്. ഇനി ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ വീട്ടിൽ തേങ്ങ ചിരകിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. അതായത് തേങ്ങയുടെ കളറ് മാറാനായിട്ട് പാടില്ല. അതിന് ശേഷം പുഡിങ്ങിന് മുകളിൽ ഇട്ട് കൊടുത്താൽ മതിയാവും. അങ്ങനെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് ഫുള്ളായിട്ടും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിൽ ചെറിയും കൂടി വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി പുഡിങ് റെഡിയായി. അപ്പോൾ ഈ ഒരു പുഡിങ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.